ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു മാങ്ങ അച്ചാർ ഇടാം. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ സെറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ എണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ തട്ടിയിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. കുറേ നേരം നന്നായിട്ട് ഇളക്കുക. അടിയിൽ കരിഞ്ഞ് പിടിക്കാത്ത രീതിയിൽ കുറേ നേരം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതാണ് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുന്ന മാങ്ങ. അത് കുറേ നേരം ഒരു 15 മിനിറ്റ് കൂടുതൽ ഇരുന്നാണ്. അപ്പോൾ ഇരിക്കും തോറും ടേസ്റ്റ് ഇറങ്ങുമെന്നാണ് പറയുന്നത്. കാരണം ആ ഉലുവയുടെയും ഉപ്പിൻ്റെയും എല്ലാം കൂടെ ടേസ്റ്റ് ആ മാങ്ങയിൽ നന്നായിട്ട് പിടിക്കും. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുക. ഇളക്കി കഴിഞ്ഞ ശേഷം നന്നായിട്ട് അതൊന്ന് തിളപ്പിക്കുക. കുറച്ച് വിനാഗിരി ഈ ടൈമിൽ വേണമെങ്കിൽ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് മാങ്ങയും ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം. അങ്ങനെ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തു. ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അടമാങ്ങയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മാങ്ങയും കൂടെ തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് വിനാഗിരി ഒഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ടാറ്റ ബൈ ബൈ, സി യു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.